നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, വേദിക് വിശ്വാസ് എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരുപക്ഷെ പലരെയും മാനസികമായി തളർത്തുന്ന, ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. സാമ്പത്തിക ബാധ്യത അഥവാ കടം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്തവർ നമ്മളിൽ കുറവായിരിക്കും. എന്നാൽ ചില സമയങ്ങളിൽ എത്രയൊക്കെ അധ്വാനിച്ചാലും എവിടെ നിന്നെന്നറിയാതെ കടങ്ങൾ വന്ന് നമ്മെ വരിഞ്ഞു മുറുക്കുന്ന ഒരവസ്ഥയുണ്ടാകാം. ഒരറ്റത്ത് നിന്ന് ബാധ്യതകൾ അടച്ചു തീരുമ്പോൾ മറ്റൊരിടത്ത് പുതിയ സാമ്പത്തിക ആവശ്യങ്ങൾ വരും. എന്തു ചെയ്യണം എന്നറിയാതെ സമാധാനമായി ഉറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥ, ജീവിതം തന്നെ മടുത്തു എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങൾ. നിങ്ങൾ അത്തരമൊരു സാഹചര്യത്തിലൂടെയാണോ കടന്നു പോകുന്നത്? എന്നാൽ നിങ്ങൾ ഒറ്റക്കല്ല. ജ്യോതിഷപരമായി നമ്മുടെ ജാതകത്തിലെ 6-ാം ഭാവം, 8-ാം ഭാവം എന്നിവയുടെ അധിപന്മാരോ അല്ലെങ്കിൽ ബുധൻ, വ്യാഴം തുടങ്ങിയ ധനകാരക ഗ്രഹങ്ങളുടെ ബലഹീനതയോ ദോഷസ്ഥിതിയോ ഒക്കെയാകാം ഒരു പരിധിവരെ ഇതിന് കാരണം. പ്രത്യേകിച്ചും ബുധൻ എന്ന ഗ്രഹം. ബുധനാണ് നമ്മുടെ ബുദ്ധിയെയും യുക്തിയെയും കണക്കുകൂട്ടലുകളെയും സാമ്പത്തിക ഇടപാടുകളെയും കച്ചവടത്തെയും നിയന്ത്രിക്കുന്നത്. പലപ്പോഴും വലിയ കടബാധ്യതകൾ ഉണ്ടാകുന്നത് നമ്മുടെ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ബുധനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധി തെളിയാനും ഈ പ്രതിസന്ധിയിൽ നിന്ന് പതിയെ കരകയറാനും നമുക്ക് സാധിക്കും. ഇന്ന് ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന, എന്നാൽ വളരെ ശക്തമായ, അനേകം പേർക്ക് ഫലം കണ്ടിട്ടുള്ള ഒരു ലളിതമായ വഴിപാടാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ കടബാധ്യതകൾ കുറയ്ക്കാനും സാമ്പത്തികമായി ഒരു സ്ഥിരത കൈവരിക്കാനും പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു തരാനും സഹായിക്കുന്ന ഒന്നാണ്. ഈ അതിവിശിഷ്ടമായ വഴിപാടിനായി നമുക്ക് വേണ്ടത് വളരെ ലളിതമായ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ചെറിയ കഷണം പച്ച നിറത്തിലുള്ള കോട്ടൺ തുണി. കടയിൽ നിന്ന് വാങ്ങുന്ന പച്ച നിറത്തിലുള്ള ബ്ലൗസ് പീസ് ആയാലും മതി. 2, കുറച്ച് ചെറുപയർ. പച്ച നിറത്തിലുള്ള മുളപ്പിക്കാൻ ഉപയോഗിക്കുന്ന തരം ചെറുപയർ തന്നെ വേണം. ബുധനാഴ്ച ദിവസമാണ് ഇത് ചെയ്യേണ്ടത്. ആഴ്ചയിലെ ഏതൊരു ബുധനാഴ്ചയും നിങ്ങൾക്കിത് ആരംഭിക്കാം. അന്ന് രാവിലെ കുളിച്ച് ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുക. അതിനുശേഷം നിങ്ങൾ എടുത്തു വച്ച ആ പച്ച തുണിയിൽ ഒരു കൈപ്പിടി ചെറുപയർ ഇടുക. ഒരു പച്ച നൂൽ കൊണ്ട് തന്നെ അതൊരു ചെറിയ കിഴി പോലെ നന്നായി കെട്ടിയെടുക്കുക. ഈ കിഴി നിങ്ങളുടെ വലത് കൈയിൽ പിടിച്ചുകൊണ്ട് ആദ്യം നിങ്ങളുടെ എല്ലാ വിഘ്നങ്ങളും മാറ്റുന്നതിനായി ഗണപതി ഭഗവാനെയും തുടർന്ന് നിങ്ങളുടെ ഇഷ്ടദേവതയെയും മനസ്സുരുകി പ്രാർത്ഥിക്കുക. തടസ്സങ്ങൾ നീങ്ങാനും ഈ കർമ്മം ഫലപ്രാപ്തിയിലെത്താനും അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുക. അതിനുശേഷം ബുധഗ്രഹത്തിൻ്റെ മൂലമന്ത്രമായ ഓം ഭൂം ബുദ്ധായ നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. ഈ മന്ത്രം 108 തവണ ജപിക്കുന്ന ഒരു ഓഡിയോ നമ്മുടെ വേദിക് വിശ്വാസ് ചാനലിൽ തന്നെ ലഭ്യമാണ്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് അത് പ്ലേ ചെയ്യാവുന്നതാണ്. ഓരോ തവണ മന്ത്രം ജപിക്കുമ്പോഴും എൻ്റെ എല്ലാ കടബാധ്യതകളും ഒഴിഞ്ഞു പോകണേ, അതിനുള്ള സാമ്പത്തിക വഴികൾ എനിക്ക് തുറന്നു തരണേ, എൻ്റെ ബുദ്ധി തെളിയിച്ച്
ശരിയായ മാർഗത്തിലൂടെ നയിക്കണേ എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുക. 108 തവണ മന്ത്രജപം കഴിഞ്ഞ് ഈ കിഴി നിങ്ങൾ പണം വെക്കുന്ന സ്ഥലത്ത് സൂക്ഷിക്കുക. നിങ്ങളുടെ പേഴ്സിലോ ഹാൻഡ് ബാഗിലോ അലമാരയിലോ പണപ്പെട്ടിയിലോ എവിടെയുമാകാം. ഇത് നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയായി, ധനാകർഷണത്തിനുള്ള ഒരു മാധ്യമമായി പ്രവർത്തിക്കും. എന്നാൽ ഒരു പ്രധാന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. ഈ കിഴി അടുത്ത ബുധനാഴ്ച വരെ മാത്രമേ അവിടെ സൂക്ഷിക്കാൻ പാടുള്ളൂ. അടുത്ത ബുധനാഴ്ച രാവിലെ നിങ്ങൾ പുതിയ കിഴി തയ്യാറാക്കുന്നതിന് മുൻപ് ഈ പഴയ കിഴി അഴിച്ച് അതിലെ ചെറുപയർ ഒഴുകുന്ന വെള്ളത്തിലോ അല്ലെങ്കിൽ പക്ഷികൾക്ക് കഴിക്കാനോ അതുമല്ലെങ്കിൽ ആരും ചവിട്ടാത്ത ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലോ ഇടുക. കഴിഞ്ഞ ഒരാഴ്ചത്തെ ദോഷങ്ങളെ അത് ആഗിരണം ചെയ്തു എന്നാണ് സങ്കല്പം. ആ പച്ചത്തുണി കഴുകി ഉണക്കി നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. അന്ന് പുതിയ ചെറുപയറെടുത്ത് ഇതേ ക്രിയ വീണ്ടും ആവർത്തിക്കുക. ഇങ്ങനെ തുടർച്ചയായി കുറഞ്ഞത് 7 ബുധനാഴ്ചകളെങ്കിലും നിങ്ങൾ ചെയ്യണം. 11, 21 എന്നിങ്ങനെ ചെയ്യുന്നത് അത്യുത്തമമാണ്. ഓരോ ആഴ്ചയും പുതിയ ചെറുപയർ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു കേവലം വഴിപാട് മാത്രമല്ല, നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവാക്കാനും സാമ്പത്തിക കാര്യങ്ങളിൽ ശരിയായ തീരുമാനങ്ങളെടുക്കാൻ നിങ്ങളുടെ ബുദ്ധിയെ ഉണർത്താനും ഈ പ്രാർത്ഥനയ്ക്ക് അത്ഭുതകരമായ കഴിവുണ്ട്. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, ഇത്തരം ദൈവികമായ പരിഹാരങ്ങൾക്കൊപ്പം നമ്മുടെ ഭാഗത്തു നിന്നുള്ള കഠിനാധ്വാനവും കൃത്യമായ സാമ്പത്തിക ആസൂത്രണവും കൂടി ചേരുമ്പോഴാണ് പൂർണ്ണമായ ഫലം ലഭിക്കുന്നത്. കടം വാങ്ങുന്നത് പരമാവധി ഒഴിവാക്കാനും ഉള്ളതുകൊണ്ട് ജീവിക്കാനും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് സൂക്ഷിച്ചു വെക്കാനും കൂടി നമ്മൾ ശീലിക്കണം. ഈശ്വരൻ തീർച്ചയായും നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന കേൾക്കും. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സംശയങ്ങളും ഇത് ചെയ്തു തുടങ്ങിയ ശേഷമുള്ള നിങ്ങളുടെ വിലയേറിയ അനുഭവങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മടിക്കരുത്. ഞാൻ തീർച്ചയായും മറുപടി നൽകുന്നതാണ്. ഇതുപോലുള്ള അറിവുകൾക്കും ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾക്കുമായി വേദിക് വിശ്വാസ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. എങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സാമ്പത്തിക ഭദ്രതയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.